കോടതി പറഞ്ഞപ്പോ അല്ല അങ്ങനെയാണ്. കാരണം ഈ സ്ഥലം പറയുന്നില്ലെങ്കിൽ പോലും പെരിയാർ വന്യജീവി സങ്കേതത്തിലേക്കാകും എന്നാണ് അനുമാനിക്കുന്നത്. എന്തായിരുന്നാലും ഏത് സ്ഥലവും ആയിക്കോട്ടെ, അത് കോടതിയുടെ ചില നിർദ്ദേശങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഏത് സ്ഥലമാണെന്ന് നാം അറിയണ്ട. പക്ഷേ അതിൻ്റെ ആവാസ വ്യവസ്ഥയ്ക്ക് യോജിച്ച തരത്തിലുള്ള ഒരു സ്ഥലത്തേക്ക് ഈ ലോറിയിൽ കൊണ്ടുപോയി അവിടെ വിടുകയാണല്ലോ. അവിടെ പിന്നെ പീഡനത്തിന്റെ ഒരു അവസ്ഥയോ അല്ലെങ്കിൽ ആനക്കൊട്ടിലാക്കുന്ന ഒരു അവസ്ഥയോ ഇല്ലല്ലോ. ഈ കൊണ്ടുപോകുമ്പോ എന്ന് പറഞ്ഞാൽ ഈ കൊണ്ടുപോകാനായിട്ട് ഇവർ നടത്തുന്ന പീഡനം തന്നെയാണ്. വിദേശ രാജ്യങ്ങളിലൊന്നും ഇമാതിരി പീഡനം നടത്തിയിട്ടല്ല ഇവർ ആനകളെ ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യുന്നത്. അവിടെ തന്നെ അവർക്ക് ഭംഗിയായിട്ടുള്ള സംവിധാനമുണ്ട്. എന്താണ് ഇതിനേക്കാൾ വലിയ ശാസ്ത്രീയമായ സംവിധാനം ഏതാണ് വെങ്കടാചലം? ഒന്ന് വിശദീകരിക്കൂ. വിശദീകരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള സർക്കാർ, കേരള വനം വകുപ്പിന് യാതൊരു സംവിധാനവും ഇല്ല. പീഡനം ഏൽപ്പിച്ച് മാറ്റുന്ന സംവിധാനം മാത്രമേ അവരുടെ ഉള്ളൂ. അല്ല ഇവിടെ എവിടെയാണ് പീഡനം ഉണ്ടായത്? ആദ്യം മയക്കുവെടി വെച്ചു, അതിനുശേഷം വടം കൊണ്ട് കാലിൽ ബന്ധിച്ചു. കാരണം നാം ഈ ആഘോഷവേളകളിൽ പോലും ആനകൾക്ക് ഉണ്ടാകുന്ന തരത്തിലെ അത്ര പീഡനം പോലും കാഴ്ചകളിൽ നാം കാണുന്നില്ലല്ലോ. അതിനുശേഷം അതിൻ്റെ തന്നെ കുലത്തിലുള്ള കുങ്കിയാനകളെ കൊണ്ട് പിന്നിൽ നിന്ന് തള്ളുന്നു. ആ സമ്മർദ്ദത്തിൽ അത് ലോറിയിലേക്ക് കയറുന്നു. ഇവിടെ എവിടെയാണ് പീഡനം? മർദ്ദിക്കുന്നില്ല, മുറിവേൽപ്പിക്കുന്നില്ല. മയക്കുവെടിയൊക്കെന്ന് പറഞ്ഞാൽ അതിന്റെ മാംസത്തിന്റെ ഉള്ളിലേക്ക് സൂചി കയറി പോവാണ്. ഇവര് ഓറലായിട്ടല്ല ഈ മരുന്ന് കൊടുക്കുന്നേ. 5 മയക്കുവെടി എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ 5 ഭാഗത്ത് ഇവര് വലിയ സൂചി കുത്തിക്കയറ്റാണ്. ഈ കുത്തിക്കയറ്റലെന്ന് പറഞ്ഞാൽ മരുന്നാണ്. മരുന്ന് എന്ന് പറയുന്നത് ആനയെ നിശ്ചലമാക്കാനായിട്ടുള്ള സാധനമാണ്. നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാധനത്തെ, അതും ഈ മതത്തിന്റെ അവസ്ഥയിൽ നിശ്ചലമാക്കുന്ന ഭീകരപീഡനം തന്നെയാണ്. പിന്നെ എന്ത് ചെയ്യും പ്രായോഗികമായി ശ്രീ വെങ്കടാചലം? ഇങ്ങനെ എല്ലാത്തിലും സിനിക്കായി ദോഷയുഗതർക്കായാലോ? ഇത്ര ദിവസത്തിനുള്ളിൽ പിടികൂടണമെന്നൊന്നും കോടതി പറഞ്ഞിട്ടില്ല. ഇവർക്ക് ആനയുടെ മതകാലം കഴിയുന്നവർ ഇവർക്ക് കാത്തിരിക്കാനല്ലോ. ഇവരെന്തിനാ ഈ മഴ വരുന്ന ഈ സമയത്ത് ആനയെ മാറ്റാൻ നോക്കുന്നേ? ഈ ആന ഒരാളെ ആക്രമിച്ച് കൊന്നായിട്ട് ആരെയും തെളിവില്ല. ഇത് മതമായിട്ട് അവിടെ നടക്കുന്നു. അതിന്റെ കൂട്ടുകാരുടെ ഈ അരിക്കൊമ്പൻ നിരവധി പേരെ ആക്രമിച്ചു കൊന്നു എന്നൊക്കെ വാർത്തകളുണ്ട്. ശരിയായിരിക്കും, പക്ഷേ സ്ഥിരീകരിക്കുന്ന ഇവരൊരു തെളിവും കോടതിയിൽ ഹാജരാക്കിയിട്ടില്ല. ഇത് ആരെങ്കിലും ആക്രമിച്ചു എന്നുള്ളതിന്റെ യാതൊരു തെളിവും ഇവർ കോടതിയിൽ ഹാജരാക്കിയിട്ടില്ല. ഇവരെന്തിനാണ് ഇത്ര ധൃതി കുഴിച്ച് ഇതിനെ പിടിക്കണത്? പക്ഷേ ഇത്രയേറെ സംവിധാനം, ഇത്രയേറെ ലക്ഷങ്ങൾ പൊടിച്ച് ഇങ്ങനെ ഒരു ജനങ്ങളുടെ സമ്മർദ്ദവും സമരവും അങ്ങനെ ഉണ്ടാകുമോ? ചുമ്മാ അതങ്ങ് ഉണ്ടാകുമോ? ഒരു കാരണവും ഇല്ലാതെ, അടിസ്ഥാനവും ഇല്ലാതെ വെങ്കടാചലം?